ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. ഈ പുതിയ വർഷത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് ആദ്യം സ്തുതിക്കട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്ന ദൈവവചനം വെളിപാട് പുസ്തകം 3:20 ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഉത്തിതനും മഹത്വപൂർണനുമായ കർത്താവ് ഈ വാക്യം ഉച്ചരിക്കുന്നത് ഈ സന്ദേശത്തിൻ്റെ പ്രസക്തിയും സാങ്കത്യവും മനസ്സിലാക്കണമെങ്കിൽ ലവദോക്യ സഭയെപ്പറ്റി നാം അറിയേണ്ടതാണ്. കർത്താവ് ഈ സഭയെപ്പറ്റി എടുത്തു പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ആകർഷിക്കുന്നു. 1, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. വെളിപാട് പുസ്തകം 3:17. 2, അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ കൗതുകമുണർത്തുന്നതാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. വാക്യം 15-16. ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. അന്വേഷിച്ചു വരുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവത്തെ കാണാം. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നതിൻ്റെ അർത്ഥം ഇതാണ്: ചുങ്കക്കാരൻ സക്കായി യേശുവിനെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചു. അതിനുണ്ടായ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ഒരു വൃക്ഷത്തിൽ കയറി അതുവഴി വരുന്ന യേശുവിനെ ഒന്ന് കാണുവാൻ ശ്രമിച്ചു. യാത്രയിൽ അത്തിയുടെ ചുവട്ടിലെത്തിയ യേശു നേരെ മുകളിലേക്ക് നോട്ടം അയച്ചു. ആകാംക്ഷയോടെ യേശുവിനെ കാണുവാൻ കാത്തിരിക്കുന്ന സക്കായിയെ കണ്ട് അവനെ പേർ ചൊല്ലി വിളിച്ചു. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായി ആശ്ചര്യത്താൽ കോരിത്തരിച്ചു പോയി. കാരണം താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആള് തന്നെ പേർ ചൊല്ലി വിളിക്കുന്നുവല്ലോ. അത്രയുമല്ല, അവൻ്റെ വീട്ടിലേക്ക് അതിഥിയായി എത്തുമെന്നുള്ള വാഗ്ദാനവും. ചുങ്കക്കാരൻ എന്ന നിലയിൽ താൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാണ്. പക്ഷേ ഈ ദൈവപുരുഷൻ സ്നേഹവായ്പയോടെ അവൻ്റെ ഭവനത്തിൽ എത്തി. ആ സന്ദർശനം സക്കായിയുടെ മാനസാന്തരത്തിന് സംഗതിയാക്കി. ഇവരും അബ്രഹാമിൻ്റെ മകൻ ആകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. കാണാതെ പോയതിനെ അന്വേഷിച്ച് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19:10 പറയുന്നു: ദൈവത്തിൽ നിന്ന് അകന്ന് തിന്മയുടെ മാർഗത്തിൽ മുന്നേറുന്ന ഓരോ വ്യക്തിയെയും സ്നേഹവാനായ കർത്താവ് അന്വേഷിച്ചു വരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് സ്വാതന്ത്ര്യവും ബുദ്ധിയും നൽകി. വൃക്ഷഫലം തിന്നരുത് എന്ന് കൽപ്പന നൽകിയെങ്കിലും ആ കൽപ്പന അവർ ലംഘിച്ചു. എന്നാൽ ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. അവിടുന്ന് ഹൃദയവാതിലിൽ കൂടി പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. 1, ശ്രദ്ധ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നു. ഒരു വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വചനം വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പ്രബോധനം ശ്രദ്ധിക്കുമ്പോഴും എല്ലാം ദൈവശബ്ദം കേൾപ്പാൻ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം. കർത്താവ് അകത്ത് പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ അത്താഴം കഴിക്കും. അനുരഞ്ജനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പൂർണ്ണതയാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. യേശു ക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് അന്ത്യരാത്രിയിൽ പന്തിഭോജനം നടത്തിയതും ഇവിടെ ഓർക്കാം. നാം വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ കർത്താവ് നമ്മിലേക്ക് എഴുന്നള്ളി നമ്മളുമായി കൂട്ടായ്മ വരുത്തുകയാണ്. അതിനു മുൻപുള്ള ഒരുക്കം വേണ്ട വിധത്തിൽ നടത്തേണ്ടതാണ്. പൗലോസ് ശ്ലീഹ മുന്നറിയിപ്പ് തരുന്നു. പ്രസക്തമാക്കുന്ന ഒരു കാര്യം: അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഗലാത്യർ ലേഖനം
3:28 പറയുന്നു. ജീവിതം അർത്ഥപൂർണവും സന്തോഷവും സംതൃപ്തി നിറഞ്ഞതുമാകുവാൻ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.